സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിൽ മാർപ്പാപ്പ ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതായി കാണാം. ഈ വീഡിയോയ്ക്കൊപ്പം പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ജന്മന സംസാരശേഷി നഷ്ടപ്പെട്ട ഇന്തോനേഷ്യൻ കുഞ്ഞിനെ മാർപ്പാപ്പ തലയിൽ കൈവച്ചപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടിയെന്നുള്ളത്. എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ സത്യമുണ്ടോ എന്ന് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. അനവധി ആളുകൾ ഫാക്ട് ചെക്ക് ചെയ്യാതെ ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ട് നാം നമ്മെ തന്നെയാണ് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. സഭയെ അപകീർത്തിപ്പെടുത്താൻ ചിലർ മനഃപൂർവ്വം തിരുകിക്കയറ്റിയ വീഡിയോ ഡിസ്ക്രിപ്ഷൻ സഭയിലെ ഈ വീഡിയോ കണ്ട അൽമായരെയും ചുരുക്കം ചില പുരോഹിതരെയും സന്യസ്തരെയും വരെ വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ വീഡിയോ ഒരു പക്ഷേ ആദ്യമായി പങ്കുവച്ച ട്വിറ്റർ അക്കൗണ്ടിൽ അതിലെ വീഡിയോയിൽ ഇന്തോനേഷ്യൻ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കുഞ്ഞിന്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയെന്നുള്ള ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതായത് വീഡിയോയുടെ കൂടെ മലയാളത്തിൽ പ്രചരിക്കുന്ന ഈ വാർത്ത വ്യാജമായി പ്രചരിപ്പിച്ചതാകാനാണ് സാധ്യത. വീഡിയോ പങ്കുവച്ച ട്വിറ്റർ അക്കൗണ്ട് ഇതാണ്. ഈ വീഡിയോ ട്വിറ്ററിൽ വളരെ വേഗത്തിൽ വൈറലായി. ഇതുവരെ 6 ലക്ഷത്തിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു. ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഇന്തോനേഷ്യൻ ഭാഷയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തത് വായിച്ചാൽ കുട്ടിക്ക് സംസാരശേഷി കിട്ടിയെന്ന അത്ഭുതം അതിൽ എഴുതിയിട്ടില്ല എന്ന് കാണാം. എന്നാൽ ഈ വീഡിയോയ്ക്കൊപ്പം പ്രചരിക്കുന്ന വാർത്തയ്ക്ക് പിന്നിൽ യാതൊരു സത്യവുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. നടത്തിയ ഫാക്ട് ചെക്കിംഗിൽ ഈ വാർത്ത ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ വളരെ വേഗത്തിൽ പ്രചരിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു വാർത്ത വിശ്വസിക്കുന്നതിന് മുൻപ് അത് ഫാക്ട് ചെക്ക് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് മാർപ്പാപ്പ ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന ദൃശ്യമാണ്. എന്നാൽ കുഞ്ഞിന്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയെന്നുള്ള വാർത്ത വ്യാജമാണ്. ഇനി അങ്ങനെയില്ലെങ്കിൽ സത്യമാണെന്ന് പറയുന്നവർ അതിനുള്ള തെളിവുകൾ ഹാജരാക്കട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.